ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. വൈറ്റ് എള്ള്, കാഷ്യൂ, ആൽമണ്ട്, പിന്നെ കുറച്ച് കിസ്മിസ്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഷുഗർ ചേർക്കേണ്ടവർക്ക് അത് ചേർത്താലും കുഴപ്പമില്ല. ഞാനിതാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് ഗീ വേണം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. അത് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ കാണിക്കാമേ. അപ്പോൾ നമുക്ക് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചിരിക്കുന്നത് ഈ സ്പൂണിന്. എന്നിട്ട് ഇനി അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നല്ല ടേസ്റ്റുള്ള ഒരു ഹൽവയാണ് ബീട്രൂട്ട് ഹൽവയും. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ നോർമലി ബീട്രൂട്ടിൻ്റെ തോരനും ഇതൊന്നും. നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് പച്ചടിയൊക്കെ വെച്ച് കൊടുക്കും. ചിലർ കിച്ചടി എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ പച്ചടിയും കിച്ചടിയൊക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അതുപോലെ ഹൽവയൊക്കെ തയ്യാറാക്കി കൊടുക്കാമെങ്കിലും ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഈ ടൈമിൽ ഇതൊന്ന് കുക്കാകുന്ന ടൈമിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തുകൂടെ എടുക്കാം. അപ്പം ഞാൻ ഒരുപാട് വെറൈറ്റി ഹൽവയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കറാച്ചി ഹൽവയുടെ ഉണ്ട്, ബ്ലാക്ക് ഹൽവയുണ്ട്, ജിഞ്ചർ ഹൽവയുണ്ട്, ക്യാരറ്റ് ഹൽവയുണ്ട്. അപ്പം നിങ്ങൾ ടൈം കിട്ടുന്ന പോലൊക്കെ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരണം. ഇനിയും കുറച്ചുകൂടെ ബീട്രൂട്ടിനൊരു പച്ചക്കുത്തുണ്ട്. ആ ടേസ്റ്റ് മാറുന്നിടം വരെ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഹൽവ എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ഇളക്കി നിൽക്കണം. ഇനി ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് കുറച്ച് സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും നമ്മൾ ആ നട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വൈറ്റ് എള്ളൊന്നും ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ടേസ്റ്റിനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. റെഡിനോടൊപ്പം വൈറ്റ് കളറൊക്കെ വരുമ്പോൾ കാണാൻ നമുക്കൊരു ഭംഗിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നോർമൽ ബ്ലാക്ക് ഹൽവ ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഏതായാലും ഇത് ക്യാരറ്റ് ഹൽവയ്ക്കും ഇതിനൊന്നും. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്തു. അപ്പം നല്ല ഗീയും ഏലക്കാപ്പൊടിയും ഒക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർക്കേണ്ടത്. ഇത് ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്പ് വെള്ളം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാം, റെഡ് കളറിൽ. അപ്പം കുറച്ചൊരു കളർഫുള്ളായിട്ടിരിക്കും. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കൂടുതൽ ഭംഗി വേണമെങ്കിൽ നമ്മളങ്ങനെ ഫുഡ് കളറൊക്കെ ചേർക്കുക. നമുക്ക് വീട്ടിലുള്ളവർക്കാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പം ഈ ടൈമിൽ തന്നെ നമുക്കിത് ഐസ്ക്രീമിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടാണ് ഇവർക്കിഷ്ടം കുറച്ച് ഒന്ന് തിക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, നോർമൽ ഹൽവ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വഴറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിനി ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ഇതൊന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇത് ട്രേ ഫുള്ള് ഇടാനായിട്ടുള്ള സാധനം ഇല്ലായിരുന്നു. ആകെ ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാനിപ്പോൾ സൈഡിലേക്ക് നമ്മളിതൊന്ന് സെറ്റായി വരുമ്പോൾ കുറച്ചൊന്ന് ഒരു തിക്നെസ് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മളിത് കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയും കൂടെ ഒക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഒരു 20 മിനിറ്റ്സ് ഒന്ന് പുറത്ത് തന്നെ ഇരിക്കട്ടെ, റെസ്റ്റ് ഇത് ചെയ്യട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്കൊരു 20 മിനിറ്റ്സ് കൂടെ ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തുകൂടെ വെക്കാം. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാനിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫുൾ ഇളക്കി എടുത്തിട്ട് കാണിക്കാവേ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.